പാകിസ്ഥാന്റെ ഈ സമ്മർദ്ദ അന്തരീക്ഷത്തിലും പൂഞ്ച് ജില്ലയിലെ സൈനിക പോസ്റ്റിന് നേരെ വീണ്ടും പാകിസ്ഥാൻ വെടിവയ്പ് നടത്തിയിരിക്കുകയാണ്. അതിനെ ശക്തമായി തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ മുതലെടുത്ത് രാജ്യാന്തര സമ്മർദ്ദം ശക്തമായിട്ടും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം പാകിസ്ഥാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധസമാനമായ സാഹചര്യത്തിലും കരുതലോടെയും സംയമനത്തോടെയുമാണ് ഇന്ത്യയുടെ നീക്കം. ഇതിനെ സൈനിക നടപടിയായി കാണേണ്ടെന്ന് പലവട്ടം ആവർത്തിച്ചിട്ടും പാക് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാൻ നടത്തിയ ഈ പ്രത്യാക്രമണം സൈനിക നീക്കമായി കാണണം എന്നാണ് ഇന്ത്യയുടെ പക്ഷം. മിഗ് വിമാനത്തിന്റെ പൈലറ്റായ വിംഗ് കമാൻഡറെ സുരക്ഷിതനായി വിട്ടുനിൽക്കണമെന്ന ഉറച്ച നിലപാടും ഇന്ത്യ സ്വീകരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ രാജ്യാന്തര ഉടമ്പടിക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചാൽ സാഹചര്യം കൂടുതൽ വഷളാകും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇതിനിടയിൽ പാക് പിടിയിലായ പൈലറ്റ് അഭിനന്ദൻ വർദ്ധൻ സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള ശ്രമവും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന്റെ മുഖം തുറന്നു കാട്ടാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമം നടത്തുന്നത്. ഇതിനിടയിലാണ് ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്നാവശ്യപ്പെട്ട അനേകം ലോകരാജ്യങ്ങൾ രംഗത്ത് വരുന്നതും. പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ നേതാവ് മസൂദ് അസ്ഹറിനെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ലോകരാജ്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ജെയ്ഷെ ഇ മുഹമ്മദിനെ വിലക്കണം എന്ന നിർദ്ദേശവുമായി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും മുന്നോട്ട് വന്നിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതേസമയം കശ്മീർ അതിർത്തിയിൽ ആക്രമണത്തിന് ശ്രമിച്ച പാകിസ്ഥാന്റെ പോർവിമാനങ്ങളെ ഇന്ത്യൻ പോർവിമാനങ്ങൾ ഇന്നലെ തുരത്തിയിരുന്നു. ഒരു പാക് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടതായും ആ ദൗത്യത്തിനിടെ ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം തകർന്നതായും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ അറിയിച്ചിരുന്നു. അതേസമയം ആകാശത്തിലൂടെ ചീറിപ്പായുന്ന യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾക്ക് ഒരു പുതുമയായിരുന്നു. പോർവിമാനങ്ങളെ അവർ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം വിമാനങ്ങൾ കാതടപ്പിക്കുന്ന തരത്തിൽ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നത് അവർ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായാണെന്നാണ് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ബുധനാഴ്ച രാവിലെ പാകിസ്ഥാന്റെ F-16 വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടെന്ന വിവരം വന്നതോടെ പൂഞ്ചിലെ കടകൾ മുഴുവൻ അടച്ചിട്ടു. എല്ലാവരും വീടുകളിലേക്ക് പിൻവാങ്ങി. പള്ളികളിലൂടെയും ഗുരുദ്വാരകളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും അറിയിപ്പുകൾ മുഴങ്ങി. എല്ലാവരും അവിടെ ഒരു യുദ്ധത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പുൽവാമ ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കായിരുന്നു. കഴിഞ്ഞ ദിവസം അത് നീക്കുകയും ചെയ്തു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ തിരിച്ചടിയാണ് വിഷയം. സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് മിക്കതും. യുദ്ധമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആധികാരികമല്ലെങ്കിലും ജനങ്ങൾ അതിന് ജാഗ്രതയോടെയാണ് കാണുന്നത്. വാഹനങ്ങളിൽ പെട്രോൾ നിറയ്ക്കുക, മരുന്ന്, കുട്ടികൾക്കുള്ള ഭക്ഷണം തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ കരുതുക, പണം കരുതുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വീടുകളോട് ചേർന്ന് 10 അടി ആഴത്തിൽ ബങ്കർ നിർമ്മിക്കാനും അതിൽ 10 ദിവസങ്ങളിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളും കുടിവെള്ളവും കരുതാനും നിർദ്ദേശമുണ്ട്. കാര്യങ്ങൾ അറിയാൻ റേഡിയോ കരുതണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന നിർദ്ദേശങ്ങളിലുണ്ട്. വാർത്തകളിൽ ബുധനാഴ്ച നിറഞ്ഞ പല കാര്യങ്ങളും നടന്നത് 5 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിലും നേരിൽ കാണാത്തത് കൊണ്ടും യാത്രകൾ സാധിക്കാത്തത് കൊണ്ടും ഇവിടെയുള്ള പലർക്കും പൂർണ്ണമായും ഒന്നും അറിയില്ല. ലംബേരിയിലെ സ്കൂൾ ബുധനാഴ്ചയും പ്രവർത്തിച്ചിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ പോർവിമാനം നൌഷേരയിലെ ലാംബാലിയിലാണ് ഇന്ത്യൻ സേന വെടിവെച്ചിട്ടത്. പാക് പ്രദേശത്ത് 3 കിലോമീറ്റർ ഉള്ളിൽ വീണ ഈ വിമാനത്തിലെ പൈലറ്റ് പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകളും വന്നിരുന്നു. അതേസമയം ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇന്ത്യ അത് തള്ളുകയായിരുന്നു. പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് അതിർത്തിയിൽ യുദ്ധകാലത്തെന്ന പോലെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ജനവാസ മേഖലയിലടക്കം വെടിവയ്പും ഷെൽവർഷവും ഇപ്പോഴും തുടരുന്നുണ്ട്. കശ്മീരിൽ 2 ഭീകരരെ സുരക്ഷാ സേന കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു. പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്ന വിവരം പുറത്തു വന്നതോടെ പരിഭ്രാന്തി പടർന്ന ഉത്തരേന്ത്യയിലെങ്ങും അതീവ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ ജമ്മു കാശ്മീരിലെ പൂഞ്ച്, നൌഷേര സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചത്. അതിർത്തിയിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിലെ വെടിക്കോപ്പുശാലയ്ക്ക് നേരെയും പാക് വിമാനങ്ങൾ ബോംബിട്ടതായും റിപ്പോർട്ടുണ്ട്. വ്യോമാതിർത്തിയിൽ പെട്രോളിംഗ് നടത്തിയ ഇന്ത്യൻ വിമാനങ്ങൾ ഒരു പാക് വിമാനത്തെ വെടിവെച്ചിട്ടതിന് ശേഷമാണ് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യം വച്ചെത്തിയ പാക് വിമാനങ്ങൾ പിൻവാങ്ങിയത്. ആ ദൗത്യത്തിനിടെയാണ് ഇന്ത്യൻ MiG-21 തകർന്നത്. എന്നാൽ ഈ വിമാനം തങ്ങൾ വെടിവെച്ചിട്ടതാണെന്നാണ് പാക് അവകാശം ഉന്നയിക്കുന്നത്. തങ്ങളുടെ പോർവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചുവെന്നും ചെറുക്കാൻ വന്ന 2 ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടെന്നും 2 ഇന്ത്യൻ പൈലറ്റുമാരെ അറസ്റ്റ് ചെയ്യുന്നതുമായിരുന്നു പാകിസ്ഥാൻ ആദ്യം അവകാശപ്പെട്ടത്. എന്നാൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ മാത്രമാണ് കസ്റ്റഡിയിലുള്ളതെന്ന് പിന്നീട് അവർ സ്ഥിരീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.